എനിക്ക് അതൊന്ന് കേട്ടോളി. സലാത്തിനെതിരെ മൂപ്പര് നീട്ടി മണിച്ച് ബാധോരം നേട്ടോളി. എന്താ മൂപ്പര ബാധൂര്യോ സലാത്തിനെതിരെ? എന്നിട്ടോ ഇവര് ചൊല്ലുന്ന ദിക്റോ അള്ളാഹുവിന് പരിചയമുള്ള ദിക്റാണോ? റസൂലുള്ളാഹിക്ക് പരിചയമുള്ള ദിക്റാണോ? സ്വഹാബത്തിന് പരിചയമുള്ള ദിക്റാണോ? ഇവര് ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിന് പരിചയമുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? നാരിയ സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഉമർ ഖത്താബ് തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാരിയ സ്വലാത്ത് അറിയുമോ? അലിയാരി തങ്ങൾക്ക് നാരിയ സ്വലാത്ത് അറിയുമോ? ഷാഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹംബലി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ഹനഫി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? മാലിക്കി ഇമാമിന് നാരിയ സ്വലാത്ത് അറിയുമോ? ആരാണ് ഈ സ്വലാത്ത് കെട്ടിയുണ്ടാക്കിയത്? പിൽക്കാലത്ത് ഒരാൾ ഉണ്ടാക്കിയ സ്വലാത്തല്ലേ? ഇത് ചൊല്ലാനാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ശട്ടം കെട്ടിക്കുന്നത്? കണ്ടോ, ഇതാണ് നമ്മുടെ ചോദ്യട്ടോ. നിങ്ങൾ ഈ ശട്ടം കെട്ടിച്ച് പ്രത്യേക എണ്ണവും വണ്ണമൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെ അരിയ സലാത്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അത് ചൊല്ലുന്നുണ്ടല്ലോ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക പുണ്യമൊന്നും നിശ്ചയിക്കാത്ത, പ്രത്യേകമായ എണ്ണവും ക്രമവും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടില്ലാത്ത, അങ്ങനെ നിങ്ങൾ ചില ഓരോന്നുണ്ടാക്കുക, എന്നിട്ട് നിങ്ങളതിന് പ്രത്യേകം കൂലി പറയാ, പ്രത്യേകം എണ്ണം പറയാ, അത് ചൊല്ലിയാലുള്ള പ്രത്യേക പോരിശ പറയാ, അതിനുവേണ്ടി ജനങ്ങളെ പ്രത്യേകം ഒരുമിച്ച് കൂട്ടുക. ഈ നിലക്കൊക്കെ നിങ്ങൾക്ക് എന്താ മാതൃക? ആരാ ഇതിന് നിങ്ങൾക്ക് മാതൃകയുള്ളത്? എന്നിങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ വിശദമായി മൂപ്പർക്ക് തീരെ പിടിക്കാത്തൊരു സംഗതി എന്റെ ഈ നീട്ടി വയലു പറയല്. മൂപ്പരാകെ കംപ്ലൈന്റ് അതാ. മൂപ്പര് വിചാരിച്ചത് മൂപ്പര കുത്തകയാണ്. അതപ്പോ വലിയ വിഷയം. വലിയ വിഷയം എന്താണ്? മൗലവി നീട്ടി മണിച്ചു പറയും. എന്റെ നാട്ടിൽ പോയിട്ട് കുറെ കരഞ്ഞു നോക്കി, ഒട്ടുപാറ പോയിട്ട് കരഞ്ഞു. എന്തും പറഞ്ഞിട്ടാ കരഞ്ഞത്? നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, പെട്ടുപോകരുത് ജനങ്ങളെ എന്ന് പറഞ്ഞു നോക്കി. രക്ഷല്ല. എല്ലായിടത്തും ഇതന്നെ പറയും, ഇങ്ങനെ സൗണ്ടിന്റെ ഗുണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൗണ്ടിന്റെ ഗുണമൊന്നുമല്ല, ഇത് ഞങ്ങളെ കയ്യിലുള്ള ഹക്കിന്റെ ഗുണമാണ് മുസ്ലിയാരെ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ പടപ്പിന് മനസ്സിലായണില്ലെങ്കിൽ എന്താ പിന്നെ അതിന് പറയേണ്ടത്? അപ്പൊ മൂപ്പര വലിയൊരു വിഷമാണിപ്പാ നിങ്ങൾ കേട്ടത്. നീട്ടിമണിച്ചുള്ള വയല് കണ്ടോ? നാദാപുരത്ത് വന്നിട്ടേ മൗലവി സലാത്തിനെതിരെ നീട്ടിമണിച്ച് വയല് പറയാണ് എന്ന ആമുഖം നടത്തിയിട്ടാ ഈ കാര്യങ്ങൾ കേട്ടത്. ഇത് സലാത്തിനെതിരെയുള്ള വയല. അതേ പ്രസംഗം മൂപ്പര് കേൾപ്പിച്ചതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും അപ്പൊ നിങ്ങൾ നേരത്തെ കേട്ടത്. അതെന്തേ കൊടുക്കാഞ്ഞത്? കൊടുക്കൂലല്ലോ. അപ്പൊ മനസ്സിലാവൂലേ ഏതോ ഒരു സലാത്തിനെ മാത്രമാണ് ഇവരെ എതിർക്കുന്നത്, വേറെ ചില സലാത്ത് അംഗീകരിക്കുന്നുണ്ട് എന്ന് വന്നു പോവില്ലേ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. വന്നാ പേരോടാവില്ലല്ലോ. അങ്ങനെ സത്യസന്ധരുണ്ടെങ്കിൽ പേരോടാവില്ലല്ലോ. അതുകൊണ്ട് മൂപ്പരാ സത്യസന്ധത പാലിച്ചില്ല. ആയിക്കോട്ടെ, ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചില്ലേ, ആ ചോദിച്ചതിനുണ്ടെങ്കിൽ മൂപ്പർക്ക് അതേ ശ്വാസത്തിലൊരു മറുപടി ഇട്ടോ. രസാവഹാണ്, കേട്ടോളിൻ. നമ്മൾ ഈ ചോദിച്ചൊരു തെളിവ് പറയണേ, ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കണേ മൂപ്പര വകര് ചോദ്യമുണ്ട്. അതൊന്ന് നന്നായി കേട്ടോളിൻ. ചോദിക്കട്ടെ, അൽമനാർ റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബിന് പരിചയമുണ്ടോ? സിദ്ദീഖുൽ അക്ബർ അൽമനാർ വായിക്കാറുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വായിക്കാറുണ്ടോ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വായിക്കാറുണ്ടോ? നിങ്ങൾ പത്രാധിപരായ ഇസ്ലാഹി മാസിക റസൂലുള്ളാഹി വായിക്കാറുണ്ടോ? അലി ഇബ്നു അബീ താലിബ് വായിക്കാറുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് വായിക്കാറുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വായിക്കാറുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങളെ വിചിന്തനം ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? മാലിക് ഇമാമിന് പരിചയമുണ്ടോ? അതാ മാലിക് ഇമാമിന് ഹംബലി ഇമാമിന് പരിചയമുണ്ടോ? അബൂ ഹനീഫക്ക് പരിചയമുണ്ടോ? നിങ്ങൾ അൽമനാർ പരിചയമുണ്ടോ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് അൽമനാർ വായിക്കാൻ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് വിചിന്തനം വായിക്കാൻ? നിങ്ങൾ എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് നിങ്ങൾ ഇസ്ലാഹി വായിക്കാൻ? ഇതൊന്നും റസൂലുള്ളാഹി വായിച്ചിട്ടില്ല, സഹാബത്ത് വായിച്ചിട്ടില്ല. 1300 1400ഓളം കൊല്ലം പലരും വായിച്ചിട്ടില്ല. ഇങ്ങനെ അവരൊന്നും വായിക്കാത്ത സാധനം, അവരൊന്നും ഓതാത്ത സാധനം വായിക്കണം ഓതണം എന്ന് പറഞ്ഞ് എന്തിനാ ചട്ടം കെട്ടിക്കുന്നത് മൗലവി? ഇത് പിൽക്കാലത്തുണ്ടാക്കിയതല്ലേ. നിങ്ങളുടെ സാൽവേഷൻ റസൂലുള്ളാഹിക്ക് പരിചയമുണ്ടോ? റസൂൽ എവിടെയാ സാൽവേഷൻ നടത്തിയത്? നിങ്ങൾ 5 കൊല്ലത്തിലൊരിക്കൽ ഉറൂസ് നടത്തുന്ന സമ്മേളനമുണ്ടല്ലോ, അത് ഏത് കുളത്തിലാ റസൂലുള്ളാഹി നടത്തിയത്? ചങ്ങൻ കുളത്തിലാണോ അല്ല വേറെ കുളത്തിലാണോ? 5 കൊല്ലത്തിലൊരിക്കൽ റസൂലുള്ളാഹി സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ നഗരിയിലേക്ക് പോയിക്കൂടാന്ന് പറഞ്ഞവരല്ലേ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവരല്ലേ? ഓ മൗലവി, നിങ്ങൾ നടത്തുന്ന സംഗതിക്കൊന്നും റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല, സഹാബത്ത് ചെയ്യണമെന്നില്ല, ഇമാമിങ്ങൾ ചെയ്യണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ ഒരു സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്തിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലേ? പോരാ, ഒരു 75 മാർക്കുണ്ട്.
ശൈലി അനുകരിച്ചത് പോരാ. ഒരു 75 തരാം. നിങ്ങൾ പറഞ്ഞ ശൈലിക്ക്, ആശയത്തിനല്ല. പൊട്ടത്തരാ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാ. എന്താ പറഞ്ഞത്? അൽമനാർ നബി വായിച്ചിട്ടുണ്ടോ, സഹാബത്ത് വായിച്ചിട്ടുണ്ടോ, ശഫീ ഇമാമിന് പരിചയമുണ്ടോ, വിചിന്തനം എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ സഹോദര ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിചിന്തനമായി അല്ലേ? വിചിന്തനം ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ സഹോദര? എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാറ് ഇത്ര തവണ വായിച്ച് തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും, വിചിന്തനം ഇത്ര തവണ സുബഹിക്ക് ശേഷം 4444 പോകട്ടെ, ഒരു 4 വട്ടം വിചിന്തനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സുബഹിക്ക് ശേഷം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാ ഹാജത്തുകൾക്കും അത് വീട്ടാൻ അത് മതി എന്നിവിടെ ഞങ്ങൾ പറഞ്ഞോ? അൽമനാർ എന്താണ് ഈ സാധനത്തിന് തിരിഞ്ഞില്ല, വിചിന്തനം എന്താണ് തിരിഞ്ഞില്ല, ഇസ്ലാഹ് എന്താണ് തിരിഞ്ഞില്ല, എല്ലാം തിരിഞ്ഞില്ല. പോട്ടെ, സിറാജ് തിരിഞ്ഞോ നിങ്ങൾക്ക്? നിങ്ങളെ സിറാജ് അതും വായിക്കാറില്ലേ? വായിപ്പിക്കും ഞാൻ നിങ്ങളെ കൊണ്ട്. സിറാജ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഒരു പടി വായിച്ചിട്ട് തന്നെ വിടുള്ളൂ. ഇവിടെ സിറാജ് കൃത്യമായിട്ട് വായിക്കാറുണ്ട്. അപ്പൊ അതൊന്നും വായിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ എന്താ രാവിലെ ചെയ്യാ? പത്രം ഇങ്ങനെ കിട്ടിയാൽ, പത്രം കിട്ടിയാൽ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് സിറാജിലെ ഒരു ലേഖനം വായിക്കും. എന്താ സിറാജിലെ ലേഖനം? കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു. ഉദാഹരണം പറയാം, ഒരു റിപ്പോർട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, കാന്തപുരം ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു, കാന്തപുരം ജുമഅയിൽ പങ്കെടുത്തിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് റിപ്പോർട്ട് വായിക്കോ? നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ. നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കോ? ആർക്കാ സഹോദരി? ഇത് ഏത് കുട്ടികൾക്കും അറിയില്ലേ? അൽമനാറും വിചിന്തനൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇസ്ലാമികമായ പ്രചരണത്തിന് പണ്ടും ഇന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ രൂപത്തിലല്ല. ഇന്ന് മാധ്യമങ്ങൾ കുറെ കൂടിയിട്ടുണ്ട്. ഈ മൈക്കുണ്ടോ എന്ന് ചോദിച്ചുകൂടായിരുന്നില്ല നിങ്ങൾക്ക്? അല്ല, അതിനെ കാണാല് സൗലവി നിങ്ങൾ ചേച്ചിട്ടി എന്ന് പ്രസംഗിച്ച മൈക്കിൽ അള്ളാഹുവിന്റെ റസൂലിന് പരിചയമുണ്ടോ, ശാഫി ഇമാമിന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ? നിങ്ങൾ എന്താ ചോദിക്കാൻ? ചോദ്യമാണ് അങ്ങോട്ട് പഠിപ്പിച്ചു തരേ. അതും കൂടി ചോദിച്ചേക്കാം അടുത്ത പ്രസംഗത്തിൽ. നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതുപോലത്തെ സ്പീച്ചിങ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ടോ? ഇതുപോലത്തെ ബോക്സ് ഉണ്ടോ? ശാഫി ഇമാമിന് പരിചയമുണ്ടോ, ഹനഫി ഇമാമിന് പരിചയമുണ്ടോ, ബോക്സ് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചോ? പൊട്ടത്തരം ഇങ്ങനെ ചോദിക്കല്ലേ. എന്തിനാ നിങ്ങൾ നാരിയ സലാത്ത്? നിങ്ങൾ നാരിയ സലാത്തിന്റെ പോരിശ എന്താ പറഞ്ഞത്? പല റിപ്പോർട്ടുകളിലും നിങ്ങൾ പലതാ കൊടുക്കുന്നത്. ചിലർ പറയുന്നു 4444 വട്ടം നാരിയ സലാത്ത് സുബഹിക്കാണ് ചൊല്ലിയ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആണ് നീങ്ങും. അപ്പൊ അതുപോലെ നിങ്ങൾ വിചിന്തനം കാണുന്നതല്ലേ? അപ്പൊ വിചിന്തനം, അൽമനാറ്, ഇതൊക്കെ അങ്ങനെ ആർക്കും മനസ്സിലാവൂലേ? നിങ്ങൾ മതത്തിൽ ഒരു പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എന്നിട്ടതിന്റെ പോരിശയും നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നു. ഇസ്ലാമികമായി ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇങ്ങനെ ഇത് ഇത്ര വട്ടം ചൊല്ലിയാൽ അതിനിത്ര പുണ്യമുണ്ടെന്ന് പറയാൻ ആരാ നിങ്ങളെ അത് പഠിപ്പിച്ചത്? അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ലാതെ വരുമ്പോ നിങ്ങൾ അൽമനാറിലേക്ക് ഓടി രക്ഷപ്പെടുകയാണോ, വിചിന്തനത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയാണോ? എന്നാൽ പറയട്ടെ, അൽമനാറും വിചിന്തനവും ഇസ്ലാമും ഒക്കെ ഒന്ന് ജനങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലമല്ലേ? നിങ്ങളും അതൊന്ന് വായിച്ചോളൂ, നിങ്ങളും അതൊന്ന് പഠിച്ചോളൂ എന്നേ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇനി